നമ്മുടെ ദേശീയപാത വികസനം ആ പ്രശ്നം ഇന്ന് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 2 മണിക്ക് ദില്ലിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ദേശീയപാതയിലെ വിള്ളലടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. വളരെ വേഗത്തിൽ ഈ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയിരിക്കുന്നു. ഇന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി അടക്കം ഇന്ന് ചർച്ചയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദേശീയപാതയിലെ വിഷയങ്ങൾ. ദേശീയപാതയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികളടക്കം ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് കൂടിക്കാഴ്ച? മനു, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തിനകത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് ദില്ലിയിൽ ചേരുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായാണ് ഇന്ന് ദില്ലിയിൽ യോഗം ചേരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരിക്കും ഇത്തരത്തിൽ യോഗം ചേരുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗത്തിൽ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും സംസ്ഥാനത്തിനകത്തുണ്ടായിട്ടുള്ള ദേശീയപാത വിള്ളലുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുകയും അതോടൊപ്പം ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ഒരു ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയോട് മുന്നോട്ട് വെക്കുകയും ചെയ്യും. അത്തരത്തിൽ സംസ്ഥാനത്തിനകത്തെ മറ്റു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരിക്കും ഈ യോഗം പ്രധാനമായും ചേരുക. നേരത്തെ തന്നെ നിതിൻ ഗഡ്കരി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തിനകത്ത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഈ ദേശീയപാത വിള്ളലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ദേശീയപാത അതോറിറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ സംഭവിച്ചതെന്നുമായി കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല വകുപ്പിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നത്തെ യോഗം ഏറെ നിർണായകമാവുകയും ചെയ്തിട്ടുള്ളത്. കാരണം മലപ്പുറം ജില്ലയിലെ കൂരിയാടിൽ റോഡ് തകർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ 1 കിലോമീറ്ററിലധികം പുനർനിർമ്മിക്കണമെന്ന ഒരു ശുപാർശയാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും പങ്കുവച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലുള്ള പുനർനിർമ്മാണം എത്രയും വേഗത്തിലാക്കണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതോടൊപ്പം സംസ്ഥാനത്തിനകത്തെ മറ്റു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ശരി, ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര ഗതാഗത ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും. ദേശീയപാതയിലെ പ്രശ്നങ്ങളടക്കം ചർച്ചയാവും. ഏതായാലും വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്. ഓക്കെ, താങ്ക് യു.